ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പൗരന്മാർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇന്ത്യയിലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ വിസ നിയമങ്ങളിൽ വലിയൊരു പരിഷ്കാരങ്ങളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് വിദേശ പൗരന്മാർക്കായി ഇന്ത്യയിലേക്കുള്ള വിസ, അതോടൊപ്പം തന്നെ താമസം, രജിസ്ട്രേഷൻ നിയമങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർണായകമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. പുതിയതായി പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് റൂൾസ് 2025 പ്രകാരമാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. വിദേശികളുടെ രജിസ്ട്രേഷൻ നടപടികൾ കർശനമാക്കുന്നതിനോടൊപ്പം വിദേശികളായ ദമ്പതികൾക്ക് ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ചില ആശ്വാസകരമായ ഇളവുകളും പുതിയ നിയമം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന നിയമപ്രകാരം 180 ദിവസമോ അതിൽ കുറവോ കാലാവധിയുള്ള വിസയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് തങ്ങളുടെ താമസ കാലാവധി നീട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെത്തി 180 ദിവസം കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്താൽ മതിയായിരുന്നു. എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് വിസ കാലാവധി കഴിഞ്ഞ് തുടരാൻ ആഗ്രഹിക്കുന്നവർ 180 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കണം. 180 ദിവസത്തിൽ കൂടുതൽ കാലാവധിയുള്ള വിസ ഉള്ളവരും എന്നാൽ ഒരു തവണത്തെ താമസം 180 ദിവസത്തിൽ കൂടരുത് എന്ന നിബന്ധന ഉള്ളവരുമായ വിദേശികൾക്ക് പുതിയ നിയമം കർശനമായിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർ ഒരൊറ്റ സന്ദർശനത്തിലോ അല്ലെങ്കിൽ ഒരു കലണ്ടർ വർഷത്തിലോ 180 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ ഇത്തരം രജിസ്ട്രേഷനുകൾ അത്യന്തം അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ ഇനി മുതൽ അനുവദിക്കുകയുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ ജനിക്കുന്ന വിദേശ കുട്ടികളുടെ കാര്യത്തിൽ മുമ്പുണ്ടായിരുന്ന സങ്കീർണമായ ഒരു നിയമത്തിലാണ് സർക്കാർ ഇളവ് വരുത്തിയത്. മുമ്പ് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ 2 പേരുമോ വിദേശികളാണെങ്കിൽ ഇന്ത്യയിൽ കുട്ടി ജനിച്ച് 30 ദിവസത്തിനകം പുതിയ വിസയ്ക്കോ എക്സിറ്റ് പെർമിറ്റിനായോ ഓൺലൈൻ പോർട്ടൽ വഴി ഇമിഗ്രേഷൻ ഓഫീസറെ അറിയിക്കണമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം മാതാപിതാക്കൾ ഒരാൾ ഇന്ത്യൻ പൗരനാവുകയും അവർ കുട്ടിയുടെ ഇന്ത്യൻ പൗരത്വം നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ 30 ദിവസത്തെ നിർബന്ധിത ഓൺലൈൻ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അതേസമയം കുട്ടി പിന്നീട് ഇന്ത്യയിൽ വെച്ച് ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ അതിന് പിന്നാലെ 30 ദിവസത്തിനകം ഇമിഗ്രേഷൻ ഓഫീസറെ വിവരം അറിയിക്കേണ്ടതുണ്ട്. വിദേശികൾക്ക് ചികിത്സയോ താമസ സൗകര്യമോ നൽകുന്ന രാജ്യത്തെ എല്ലാ ആശുപത്രികൾ, നഴ്സിംഗ് ഹോമുകൾ, മറ്റ് മെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവ അധികൃതർക്ക് നൽകേണ്ട റിപ്പോർട്ടുകളിലും ഭരണപരമായ നടപടിക്രമങ്ങളിലും പുതിയ വിജ്ഞാപനം പരിഷ്കാരം വരുത്തിയിട്ടുണ്ട്. രാജ്യത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെയും ഇമിഗ്രേഷൻ നടപടികൾ സുതാര്യമാക്കുന്നതിന്റെയും ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നിർണായകമായ പരിഷ്കാരങ്ങൾ. വിദേശികളുടെ താമസം കൂടുതൽ കൃത്യമായി നിരീക്ഷിക്കാൻ പുതിയ ചട്ടങ്ങൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ.